അപ്പൊ നമ്മൾ ഇതുവരെ വിശ്വാസം എങ്ങനെയാണ് മനുഷ്യനിൽ നിന്ന് ഇല്ലാതായി പോകുന്നത്, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് സംസാരിച്ചു. അപ്പൊ ഇതിനെ എങ്ങനെ നമുക്ക് പരിഹരിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്ന സ്വഭാവത്തിൽ സൊല്യൂഷൻസ് ഉള്ളത്. സൊല്യൂഷൻസിൽ ഏറ്റവും ആദ്യത്തെ ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലേണിംഗ് അബൌട്ട് അള്ളാഹ്, അള്ളാഹുവിന്റെ അസ്മാവും സിഫാത്തുകളും മനസ്സിലാക്കുക, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ ഇസ്ലാം പറയാൻ പോവുക, എന്നിട്ട് നമ്മൾ ഇതേപോലെ ക്ലിപ്സ് പ്രചരിപ്പിക്കുക. ചില ആൾക്കാർ ഒരു കാലത്ത് വലിയ CD കൊണ്ട് നടന്നതിന് ഇസ്ലാമിന്റെ പ്രബോധകരായിരുന്ന, ഇസ്ലാമിന്റെ പരിപാടികളിലേക്ക് ആൾക്കാരെ വിളിച്ചിരുന്ന പല ആൾക്കാരും പിന്നീട് ഇസ്ലാമിന്റെ ശത്രുവായിട്ട് യുക്തിവാദികളുടെ അപ്പുറത്ത് മീൻസ് ഇസ്ലാമിന്റെ ശത്രുക്കളോടൊപ്പം നിലയുറപ്പിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്, അസ്ല് ഇല്ലാത്തതുകൊണ്ടാണ്, ബേസിക് ആയിട്ടുള്ള മനഹജ് പഠിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ രൂപത്തില് പെട്ടെന്നൊരു ആവേശത്തില് ഇസ്ലാമിന്റെ വാഹകരായി മാറി. പെട്ടെന്ന് ആവേശം തീർന്നപ്പോ ശത്രുപക്ഷത്ത് നിലയുറപ്പിച്ച് ശത്രുക്കളോടൊപ്പം ഇസ്ലാമിനെ തെറി വിളിക്കാനും റസൂലുള്ളാഹിനെ തെറി വിളിക്കാനും. അപ്പോ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുന്നുള്ളതിന്, അള്ളാഹുവിന്റെ സിഫത്തുകൾ മനസ്സിലാക്കുന്നുള്ളത്. രണ്ടാമത്തെ ക്ലിയറിങ് ഡൗട്ട്സ്. ഇസ്ലാമിനെ കുറിച്ച് ഇപ്പൊ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും, അതേപോലെ എന്തുകൊണ്ട് യുദ്ധം ഉണ്ടായി, എന്തുകൊണ്ട് സ്ലേവറി ഉണ്ടായി, എന്തുകൊണ്ട് ഈ രൂപത്തിലുള്ള റസൂലുള്ളാഹി മഹ്വാരിത്തം സ്വീകരിച്ചു, എന്ത് ഡൗട്ട്സ് ആണെങ്കിലും ആ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്ത് ഞാൻ നിൽക്കുന്ന ദീൻ അത് സത്യദീനാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ട, സ്വന്തത്തെ ബോധ്യപ്പെടുത്തുക, ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്തുക രണ്ടാമത്തെ സെക്കൻഡറി ആയിട്ടുള്ളത്. പക്ഷെ ഇത് എന്നെ തന്നെ, ഞാൻ നിൽക്കുന്ന ദീൻ സത്യദീനാണ്, ഇത് മാത്രമേ സത്യമുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ നിൽക്കുക എന്നുള്ളത്, അവിടെ നിൽക്കുമ്പോൾ അത് മനസ്സിലാക്കി നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്. നമ്മളോട് ചെയ്യുന്ന ഒരു ഉത്തരവാദിത്തമാണത്. പിന്നെ വേറൊരു മൂന്നാമത്തെ ഒരു കാര്യം കൺസിസ്റ്റൻസി ഇൻ സ്വല, നിസ്കാരം, ഖീമുസ്വല. ഇപ്പോൾ അള്ളാഹു സൂറത്തുൽ ബഖറയില് 2ാമത്തെ ആയത്തിൽ തന്നെ അള്ളാഹു തആല പറഞ്ഞു വിശ്വാസത്തോടൊപ്പം അല്ലതിന് മിനൂന ബിൽ ഗൈബ്. ഇസ്ലാമിന്റെ ഏറ്റവും അസൽ എന്താണ്? ഗൈബിയായ വിശ്വാസമാണ്. ഗൈബിൽ വിശ്വസിക്കുക. അല്ലതിന് മിനൂന ബിൽ ഗൈബി എന്ന് കഴിഞ്ഞിട്ട് തൊട്ടുടനെ അള്ളാഹു പറയും ഖീമുന സ്വലാത്ത എന്ന് പറഞ്ഞു. നിസ്കരിക്കാത്തവന് ഇസ്ലാമിൽ ഒരു സ്ഥാനമില്ല. ലാ ഹദ്ദ ഫിൽ ഇസ്ലാമിൽ ഇവൻ തറക്കസല. നിസ്കാരം ഉപേക്ഷിക്കുന്നവന് ദീനിൽ ഒന്നുമില്ല. ഏതുപോലെ എന്ന് വെച്ചാല് അതിന്റെ പ്രാധാന്യം മണിക്കൂറുകൾ നമ്മൾ പറയേണ്ടി വരും. ഫിറൗനും ഹാമാനും മുയ്യത്ത് ബിൻ ഖലഫൊക്കെ കിടക്കുന്ന ഏറ്റവും വലിയ അഗ്നിയിലാണ് നമസ്കാരം ഉപേക്ഷിക്കാൻ കിടക്കുക. നിസ്കാരം ഉപേക്ഷിച്ച ബാക്കി ഏത് തിന്മയിലേക്കും അവൻ എത്തുന്ന, തിന്മയിൽ നിന്നുള്ള പ്രൊട്ടക്ഷനാണ് നമസ്കാരം. അപ്പോ ദീൻ വിട്ടു പോകാതിരിക്കാൻ നിസ്കരിക്കുക, അതാണ് ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക. നമസ്കാരം നിലനിർത്തുക എന്നുള്ളത് ഈമാൻ നഷ്ടപ്പെടാതിരിക്കാനുള്ളത്. 4ാമത്തെ കാര്യം എക്സ്പോഷർ ടു ഗുഡ് ഫ്രണ്ട്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല കൂട്ടുകാരുണ്ടായിരിക്കുക, നല്ല സഹവാസം ഉണ്ടായിരിക്കുക, നല്ല പുസ്തകങ്ങൾ ഉണ്ടായിരിക്കുക, നല്ല ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയിരിക്കുക. 5ാമത്തെ കാര്യം അത് കുറച്ചും കൂടി സ്റ്റേജ് കടന്നിട്ടുള്ളതാണ് ഇൻക്രീസ് സുന്ന എന്ന് പറഞ്ഞാൽ. നമ്മൾ ഫർളായ കാര്യങ്ങൾക്ക് പുറമെ കുറച്ച് സുന്നത്തായ കാര്യങ്ങൾ, അത് നമ്മളെ ഇൻവോൾവ്മെന്റ് കൂടും. പിന്നീട് എന്തെങ്കിലും സിനിമ കാണാൻ പോകാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. നിസ്കാരത്തിന് ശേഷം സുന്നത്ത് നിസ്കാരം ഉണ്ട്, ചിലപ്പോൾ സുന്നത്ത് നോമ്പുണ്ട്, അല്ലെങ്കിൽ മറ്റു ഖുർആൻ പഠനങ്ങളുണ്ട്. ഖുർആൻ പഠനം എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ സുന്നത്തും കൂടി ചെയ്തു കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ അള്ളാഹു നമ്മളോട് അടുക്കുന്നുള്ളതാണ്. ഫർള് ആയ കാര്യങ്ങൾക്ക് പുറമെ ഒരു സുന്നത്തായ കാര്യങ്ങൾ കൂടി ചെയ്ത് അള്ളാഹുലേക്ക് നമ്മൾ അടുക്കാൻ ശ്രമിച്ചാൽ അതിന്റെ ഇരട്ടി ശക്തിയിൽ അള്ളാഹു നമ്മളിലേക്ക് അടുക്കുന്നു. അപ്പൊ പിന്നെ നമ്മൾ തെറ്റിപ്പോകാനുള്ള സാധ്യതകൾ വളരെ ചെറുതായിരിക്കും. പിന്നെ ഞാൻ ഈ പറഞ്ഞതിന് എല്ലാത്തിന്റെയും ഒരു കൺക്ലൂഷനായിട്ട് മേക്ക് എ ഷെഡ്യൂൾ ഫോർ ദ ഡേ. കൃത്യമായൊരു ഷെഡ്യൂൾ ഉണ്ടാവുക, കൃത്യമായൊരു ഷെഡ്യൂൾ, ഒരു ചിട്ട, ഡിസിപ്ലിൻ ആയിട്ടുള്ള ലൈഫ് ഉണ്ടാവുക. എൻ്റെ ഈ ഒഴിവ് സമയങ്ങൾ എന്തിനായിരിക്കും ഞാൻ ചെലവഴിക്കുക, എൻ്റെ ഇന്ന ഡേ ഒഴിവ് ഡേ ആണ്, അതിൽ എവിടെ പോയിട്ട് ഞാൻ ചെലവഴിക്കും, കൃത്യമായൊരു ഷെഡ്യൂൾ ഉണ്ടാവുക. ഇപ്പൊ ഫേസ്ബുക്കില് ഇൻസ്റ്റഗ്രാമിൽ ഒഴിഞ്ഞ് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ യൂട്യൂബ് തുറക്കുകയാണെങ്കിൽ ഏത് ചാനൽ പോയി കാണണം, ഞാൻ ഇൻസ്റ്റഗ്രാം തുറക്കുകയാണെങ്കിൽ ഏത് പേജ് പോയി കാണണം, അതിൽ നിന്നും വിട്ടു നിൽക്കാൻ നമുക്ക് പറ്റൂല, ഉറപ്പാണ്. യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും നമുക്ക് അതൊക്കെ വേണ്ടി വരും. പക്ഷെ അത് എന്റെ സമയം ഞാൻ എന്തിനകത്ത് പോയി ചെലവഴിക്കണം, എന്ത് പോയി കാണണം എന്നൊക്കെ ഒരു കൃത്യമായ ഷെഡ്യൂൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇതേ സാധനം കൊണ്ട് യുക്തിവാദം പ്രചരിപ്പിക്കാനും പറ്റും, ഇതേ സാധനം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അള്ളാഹുവിന്റെ ഖുർആൻ പ്രചരിപ്പിക്കാനും പറ്റും. അപ്പൊ ഇതേ സാധനം കൊണ്ട് ഒരാൾക്ക് ഇതേ സാധനം കൊണ്ട് നരകത്തിലേക്ക് എത്താനും പറ്റും, സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കാനും പറ്റും. അപ്പോ ഇത്രയൊക്കെയാണ് അതിന്റെ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ. അത് ഓരോരുത്തരും എന്തൊക്കെയാണ് എന്റെ ന്യൂനതകൾ എന്ന് കണ്ടെത്തിയിട്ട് ആ ന്യൂനതകൾ റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ്. അപ്പോ നമുക്കത് അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റു കാര്യങ്ങളുമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈമാൻ ഉറപ്പിച്ചു നിർത്തട്ടെ. നാളെ പരലോകത്ത് സ്വർഗം കിട്ടുന്ന ആൾക്കാരെ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും.